1,00,000 രൂപ വേണോ അതോ 3 പോത്തുംകുട്ടീനെ വേണോ? നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? നിങ്ങൾ കണ്ണുകൂട്ടി അത് ചൂസ് ചെയ്യുന്നത്. കാരണം 1,00,000 രൂപയാണ് പൈസ മാത്രമേ. പക്ഷെ 3 പോത്തുംകുട്ടീനെ മേടിച്ചാൽ നിങ്ങൾക്ക് വളർത്തി വലുതാക്കി ഒരു 3 ലക്ഷത്തിലെത്തിക്കാൻ പറ്റൂലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് പോത്തുംകുട്ടിയാണ്. നിങ്ങൾക്ക് ഏതാ ചൂസ് ചെയ്യുന്നത് നിങ്ങൾ ചൂസ് ചെയ്തോ, അത് എന്നോട് ചോദിക്കരുത്. ഓക്കെ, കറക്റ്റ് മാത്രം ചൂസ് ചെയ്യുക. അടുത്തത് കാറ് വേണോ അല്ലെങ്കിൽ ഗോൾഡ് വേണോ? അതിപ്പം കണ്ണും പൊട്ടി വിശ്വസിക്കുകയാണെങ്കിൽ ഗോൾഡിന് റേറ്റ് കൂടുകയാണ്. അറിയാലോ, എല്ലാവർക്കും അറിയാലോ ഗോൾഡിന് റേറ്റ് കൂടുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഗോൾഡ് തന്നെയാണ് ചൂസ് ചെയ്യൂ. പക്ഷേ കാറ് ചൂസ് ചെയ്യുന്നുണ്ട്. വണ്ടിപ്രാന്തന്മാരൊക്കെ ഈ കാറാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ബുദ്ധിപരമായി കളിക്കുകയാണെങ്കിൽ നമ്മൾ ഗോൾഡ് ചൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലത്. കാരണം ഗോൾഡിൻ്റെ റേറ്റ് ഡേ ബൈ ഡേ കൂടത്തേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വയനാട് 1 ഏക്കർ സ്ഥലം വേണോ അല്ലെങ്കിൽ എറണാകുളം 5 സെൻറ്റ് സ്ഥലം വേണോ? ഞാനാണെങ്കിൽ വയനാട് 1 ഏക്കറാണ് ചൂസ് ചെയ്യുക. അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് കൃഷി വേണമെങ്കിലും നടത്തി വിജയിപ്പിക്കാം, കൂടുതൽ പൈസ ഉണ്ടാക്കാം. എറണാകുളത്ത് 5 സെൻറ്റ് ഡേ ബൈ ഡേ പൈസ കൂടും, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ചോയ്സ് വയനാട് 1 ഏക്കർ പ്ലോട്ടാണ്. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് നമുക്ക് കൃഷിയും കൂടെ ചെയ്യാം. ഓക്കെ, അടുത്തത്, കുതിര വേണോ അല്ലെങ്കിൽ കഴുത വേണോ? നിങ്ങളെന്ത് ചൂസ് ചെയ്യും? ഇതൊരു എന്ത് ക്വസ്റ്റ്യനാണ് മനസ്സിലായില്ല. ഞാനൊരു ബിസിനസ്സുപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ കഴുതയാണ് ഫോക്കസ് ചെയ്യുക. കാരണം കഴുതപ്പാലിന് നല്ല റേറ്റാണ്. 1 ലിറ്ററിന് തന്നെ എന്തോ 3000-5000 പൈസ കണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴുത ചൂസ് ചെയ്യാം. അടുത്തത്, 2 ഫ്ലോർ 2 നില വീട് നിയർ എയർപോർട്ട് ഓർ 2 നില വീട് നിയർ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങളെന്ത് ചൂസ് ചെയ്യും ഈ ഒരു അവസ്ഥയിൽ? ഞാനാണെങ്കിൽ എൻ്റെ വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കുമ്പം എനിക്ക് എയർപോർട്ടിൽ പോകാൻ വലിയ ആവശ്യമൊന്നുമില്ല. പക്ഷേ ട്രെയിൻ കയറാൻ ദിവസം ട്രെയിൻ കയറും. ഓക്കെ, ട്രെയിനാണ് എനിക്ക് കുറച്ചും കൂടിയും യൂസ്ഫുൾ. അപ്പം ഞാൻ ചൂസ് ചെയ്യുന്നത് 2 നില വീട് റെയിൽവേയുടെ അടുത്താണ്. അപ്പം നിങ്ങൾ ഏതാണ് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും വീടും സ്ഥലവും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, എനിക്ക് റെയിൽവേയുടെ അടുത്തുള്ള വീടാണ് കുറച്ചും കൂടി ഇഷ്ടം. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ മൈൻഡിലുള്ള ആളാണ്. അപ്പോൾ ഞാൻ ട്രെയിനാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. അപ്പോൾ നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ കൂടി ആണെങ്കിലോ അടുത്തുള്ളത്, എവിടെ വേണമെങ്കിലും പോകാം, എവിടത്തേക്കുള്ള ട്രെയിൻ വരെയും കിട്ടും. ഓക്കെ, നമുക്ക് അടുത്തത്, റോയൽ എൻഫീൽഡ് ബൈക്സ് ഓർ യമഹ ബൈക്ക്. ആക്ച്വലി എനിക്കൊരു സ്പോർട്സ് ബൈക്ക് ഇഷ്ടമാണ്. പക്ഷേ ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഫീൽ എനിക്ക് കിട്ടുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക് മേടിക്കുമ്പോഴാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബൈക്ക് ഏതാണെന്ന് വെച്ചാൽ അറിയാമോ? അത് വേറൊന്നുമല്ല, GT ആണ്. റോയൽ എൻഫീൽഡ് GT ആണ്, കോണ്ടിനെൻ്റൽ GT ആണ്. യമഹ ബൈക്കിന് ഞാൻ പുച്ഛിക്കണില്ല, കാരണം എനിക്കിഷ്ടം യമഹ ഇഷ്ടമാണ്. R15 ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ ഒരു ഡ്രീം ബൈക്ക് എന്ന് പറയുന്നത് GT ആണ്, കോണ്ടിനെൻ്റൽ GT ആണ്. അതിന് നല്ല റേറ്റാണ്, പക്ഷെ നല്ല വണ്ടിയാണ്. ഓക്കെ, അടുത്തത്, ഗാംബ്ലിംഗ് ഓർ പ്രൊഫഷണൽ ട്രേഡിംഗ്. അതായത് ഈ ചൂത് കളിയാണോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ട്രേഡിംഗ് ആണോ? ആരും ചൂത് കളിക്കില്ല മക്കളെ. ഞാൻ ഒരിക്കലും ചൂത് കളിനെ പ്രോത്സാഹിപ്പിക്കില്ല. പ്രൊഫഷണൽ ട്രേഡിംഗ് ഓഫ് കോഴ്സ്. കാരണം എന്താ വെച്ചാൽ ഞാൻ കളിച്ചിട്ട് 2-3 ലക്ഷം കളഞ്ഞതാണ്. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രൊഫഷണലായിട്ട് ട്രേഡിംഗ് കളിക്കാം. കുറേ അക്കാദമീസ് നമ്മുടെ കേരളത്തിൽ എവിടേക്കോ ഉണ്ട്. എനിക്ക് എവിടെയാണെന്ന് അറിയില്ല, ഞാൻ പഠിക്കുന്നൊന്നുമില്ല. എന്നാലും ഗാംബ്ലിങ്ങിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഗാംബ്ലിങ് ചെയ്ത് തുടങ്ങിയോ നിങ്ങളെ കുലം മുടിയെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്, iPhone 70 Pro Max ഓർ S26 Ultra സാംസങ്ങിൻ്റെ അല്ലേ? അതായത് iPhone ആണോ ആൻഡ്രോയിഡ് ആണോ? നിങ്ങൾ തമ്മിൽ വന്നത് അതേ ക്വസ്റ്റ്യനാണ്, iPhone ആണ് ആൻഡ്രോയിഡ് ആണോ? എനിക്ക് ഇഷ്ടം iPhone ആണ്. ഓഫ് കോഴ്സ് iPhone ആണ് ഡ്രീം ഫോൺ. കാരണം ഐഫോണിൻ്റെ ബ്രാൻഡ് വാല്യൂ അങ്ങനെയാണ്. ഐഫോണൊക്കെ നമ്മൾ കയ്യിൽ ഒരു 1-2 ലക്ഷം രൂപ ഐഫോൺ നമ്മളെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിലയാണ് അല്ലേ? അപ്പം നിങ്ങളുടെ ഡ്രീം ഏതാണ് ചൂസ് ചെയ്യുക. ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, ബൈ.